ഭാര്യ കൊന്നിട്ട് വാഴ വെച്ചു, എന്നിട്ട് കേസ് കൊടുത്തു. ബാബരി അപ്രത്യക്ഷമായി. കോളേജിലെ പോയത് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. തെളിവുകൾ മുഴുവൻ ഞാൻ നശിപ്പിച്ചു. ഒരു പോലീസ് നായ എന്നിട്ടും ഒരു പിടുത്തം കിട്ടിയില്ല. ഭാര്യ അപ്രത്യക്ഷയായി എന്ന് പറഞ്ഞു. ഭാര്യ വീട്ടുകാർ എന്ത് പറഞ്ഞു? കൊന്നതാണ്, അല്ലാതെ ഉണ്ടാവില്ല, കൊന്നാണ് പറഞ്ഞു. 25 കൊല്ലം കേസ് കൊടുത്ത്. കേസിൽ എക്സ്പേർട്ടിന് അവിടെ എതിർ പാർട്ടിക്ക് അവിടെ തെളിവില്ലാത്തതുകൊണ്ട് കോടതി തള്ളി. അയാൾ നിരപരാധിയാണെന്ന് കോടതി വെച്ചു. ആ രാത്രി അയാൾ ചെയ്ത കൃത്യങ്ങൾ മുഴുവനും എഴുതി വെച്ചിട്ട് തൂങ്ങി മരിച്ചു. കാരണം മനസ്സാക്ഷിയോട് ജയിക്കാൻ കഴിയില്ല. ആരും ജയിക്കാം, മനസ്സാക്ഷിയോട് ജയിക്കാൻ കഴിയില്ല. ഏറ്റവും വലിയ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് സ്വന്തം ഹൃദയം. അതിനേക്കാൾ വലിയത് എന്താണ്? പക്ഷെ അവിടെ പൂട്ടും. കൽബിന്റെ ബഹുവചനം ഇവിടെ ഹൃദയത്തിന് അവിടെ എന്ത് കൊടുത്തു? പൂട്ടിട്ടു. അപ്പോൾ ഹിജാബായി. ഞാൻ അപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അതാണ്. ആരാണ് ജ്ഞാനി? ജ്ഞാനിയല്ല. ആരും ജ്ഞാനി ആവാം. അതിന് ഡാറ്റാസ് കിട്ടേണ്ട ആവശ്യമില്ല. നിന്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങളാണ് നന്മ. വേദഗ്രന്ഥത്തെക്കുറിച്ച് വേദഗ്രന്ഥം എന്താ പറഞ്ഞേ? യുളില്ലു ബിഹി കസീറൻ. പലപ്പോഴും വേദഗ്രന്ഥം പിഴപ്പിക്കും. മനസ്സിലായില്ല. ശാന്തമായ മനസ്സ് പിഴപ്പിക്കൂല. ശാന്തമായ മനസ്സ് ഒരിക്കലും പിഴപ്പിക്കൂല. വേദഗ്രന്ഥം പിഴപ്പിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ കയറിയാൽ തുമനത്തുണ്ടാവുമല്ലോ. ഈ തുമനത്ത് ചിലപ്പോൾ നിനക്ക് വേദത്തിൽ നിന്ന് കിട്ടൂല. വേദഗ്രന്ഥത്തിൽ പലർക്കും കിട്ടിയിട്ടില്ല. 5 വക്ത നിസ്കാരത്തെ 3 വക്തായ ആൾക്ക് വേദഗ്രന്ഥത്തിൽ തുമനത്തുണ്ടോ? ഇല്ലല്ലോ. അയാൾക്ക് വേദഗ്രന്ഥത്തിന്റെ ഡേറ്റാസ് അറിയില്ല എന്നുണ്ട്. പറ. അയാൾക്ക് 6000 ചെല്ലാം വചനങ്ങളും അയാൾക്കറിയും. അതിൻ്റെ അർത്ഥങ്ങളെല്ലാം അയാൾക്കറിയും. പക്ഷെ അയാൾക്ക് എന്ത് കിട്ടിയിട്ടില്ല? തുമൈനത്ത് കിട്ടിയില്ല. മനസ്സിനെ സമാധാനിപ്പിക്കുന്ന കാര്യങ്ങൾ കിട്ടിയില്ല. അത് അവിടെ അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് സ്പിരിച്വൽ ഹാർട്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ഇതിന് അവസാനം ഉണ്ടാവില്ല. അതിന് അവസാനമില്ല. അതാണ് നമ്മൾ ഈ വിഷയത്തിൻ്റെ അവിടെ ഞാനാണ് പോയത്. അതിന് അവസാനമില്ല. അവിടേക്ക് എത്തിയാൽ പിന്നെ അവസാനമില്ല. അവസാനിക്കാൻ കഴിയൂല. അതിന് ഒരിക്കലും അതിന് അവസാനമില്ല. ആ ഹൃദയം നിനക്കെല്ലാം കൊണ്ട് ഗുണത്തിൻ്റെ 2/3 ഭാഗവും. ഗുണത്തിൻ്റെ 2/3 ഒന്നും സ്വർഗത്തിൽ കിടക്കാൻ ആവശ്യമില്ലല്ലോ. എത്ര മതി? പകുതിയേക്കാൾ 1 അണുമണി തൂക്കം ഉണ്ടായാലും നിനക്ക് എന്ത് ചെയ്യാം? തിന്മയേക്കാൾ 1 അണുമണി തൂക്കം നിന്റെ നന്മ കൂടിയാൽ നിനക്ക് എവിടെ കിടക്കാം? സ്വർഗത്തിൽ കിടക്കാം. അതേ സമയത്ത് നിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അതൊരു ഹോളി ബുക്കാ, ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. യുവർ ഓൺ ഹാർട്ട്. നിന്റെ ഈ ഹാർട്ട് ഉണ്ടല്ലോ, ഹാർട്ടിൻ്റെ അതിൻ്റെ സ്പിരിച്വൽ ഏരിയ അതെന്താണ്? അതൊരു ഹോളി ബുക്കാ, ഒരു വിശുദ്ധ ഗ്രന്ഥ. അതിനെ ഡിപ്പെൻഡ് ചെയ്യാണ് റസൂൽ പറഞ്ഞത്. വസുലുസൽ ബിരി, ഗുണത്തിൻ്റെ 2/3 ഭാഗവും മത്മഅന്നത്തി ഇലൈഹി നഫ്സു, മനസ്സ് ശാന്തമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. വമാ ഹാക ഫി സദ്രിക ഫദഉഹു, നിന്റെ നെഞ്ചിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതെല്ലാം നീ ഉപേക്ഷിക്കണം. വഇൻ അഫ്താകന്നാസ്, ഗ്രന്ഥങ്ങൾ നോക്കുന്നവർ അത് തെറ്റാണെന്ന് ഫത്വ തന്നാലും നീ അവരെ പിന്തുടരേണ്ടതില്ല. യാ സുബ്ഹാനല്ലാഹ്, എന്താ പറഞ്ഞേ? വമാ ഹാക ഫി സദ്രിക ഫദഉഹു, നിന്റെ നെഞ്ചിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് നീ ഉപേക്ഷിക്കണം. വമാ ഹാക ഫി സദ്രിക ഫദഉഹു, നിന്റെ നെഞ്ചിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് നീ ഉപേക്ഷിക്കണം. വൈൻ അഫ്താകന്നാസ്, അത് ചെയ്യാമെന്ന് ജനങ്ങൾ നിനക്ക് ഫത്വ തന്നാലും ചെയ്യരുത്. ഒരാളോട് പോയിട്ട് നീ ഒരു കാര്യം ചോദിച്ചു, അയാൾ എന്ത് ചെയ്തു? അയാൾ എന്ത് ചെയ്തു? അയാൾ പുസ്തകം തുറന്നു, ആ വിഷയത്തിന് പുസ്തകം തുറന്നാണ് അയാൾ പറഞ്ഞു അത് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നിന്റെ മനസ്സിൽ അത് ചെയ്യുന്നത് സുഖല്ല എങ്കിൽ നീ അത് ചെയ്യരുത്. അപ്പോൾ ഹോളി ബുക്ക് അയാളുടെ കയ്യിലല്ല, നിന്റെ കയ്യിലാണ്. അത് നീ ഓതുമണ്ട, പഠിക്കുമണ്ട. ഓതിയൽ വലിയൊരു ശതമാനം തമ്മാടികളാണ്, ഓതാത്തിൽ വലിയൊരു ശതമാനം സ്വാധീനങ്ങളാണ്. തിരിച്ചും വരും. അത് അതെ,
അത് മോനെ ഈ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടുണ്ട്, ചെയ്യാം എന്ന് നിന്റെ നെഫ്സ് പറയുമല്ലോ. അതെ, അത് നീ നിഷ്പക്ഷമായി നോക്കുമ്പോൾ നിന്റെ മനസ്സ് പറയും. ഇപ്പോൾ ഒരു കാര്യം നിന്റെ മനസ്സ് നീ എന്നോട് ചോദിക്കണമെങ്കിൽ അതിനർത്ഥം എന്താ? നീ ശുദ്ധമായ നിന്റെ മനസ്സാണെങ്കിൽ നിനക്ക് ഉത്തരം തരും. നീ എന്നോട് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശുദ്ധാവസ്ഥയിലാണെങ്കിൽ നീയും പറഞ്ഞതും ഞാൻ പറഞ്ഞു ഒന്നിരിക്കും. ഇവിടെ എവിടെയാണോ നഫ്സിന് വ്യത്യാസം വന്നത് അവിടെ അതിൻ്റെ സ്വാധീനം ഉണ്ടാവും. ഉദാഹരണം പറയാം, നീ എന്നോട് ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തത് ചോദിച്ചു. നീ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? കുട്ടി, നിന്റെ നഫ്സ് അതിനെതിരായതുകൊണ്ട്. മറ്റേ തബറുക്ക. ഇപ്പൊ അൻവർ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു അത് ചെയ്യണ്ട. ഇനി എന്നോട് എനിക്ക് ചോദിച്ചാൽ, എൻ്റെ ഉസ്താദ് എന്ന നിലയ്ക്ക് എന്നോട് ചോദിക്കും, ഉസ്താദെ ഇങ്ങനെ കാര്യം എൻ്റെ മനസ്സിൽ വന്നു, അപ്പം എനിക്കത് ആലോചിച്ചിട്ട് അത്ര സുഖം കിട്ടിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാനും ശുദ്ധാവസ്ഥയിലാണെങ്കിൽ പറയും എന്ത് ചെയ്യണ്ട. അപ്പം നമ്മൾ അവിടെ രണ്ടും ശുദ്ധാവസ്ഥയിലാണ്. ഇത് ഒരു കാര്യം ഓർപ്പിച്ചാൽ മതി. നിനക്ക് എന്ത് മനസ്സിലായില്ല, അവിടെ ഇതെനിക്ക് തബറുക്കിനോട് ചോദിച്ചതാ, അല്ലെങ്കിൽ അവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നീ അവിടെ നിന്റെ ശുദ്ധമായ മനസ്സ് നിന്നെ എതിരുപദേശിച്ചിട്ടും നീ ചെയ്യാൻ വേണ്ടി ഒരു ആൾബലം കിട്ടണം, അത് നീ ചോദിക്കും. മനസ്സിലാണ്ട് പറഞ്ഞപ്പോൾ ഉദാഹരണം പറയാം. മുത്താഅത്തിന്റെ നിക്കാഹ് ഒരു ഉദാഹരണം പറയാം, ഒരു ഫത്വ. മുത്താഅത്തിന്റെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ, മുത്താഅത്തിന്റെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കോ 2 ആഴ്ചക്കോ ഒരു പെണ്ണിനെ കിട്ടുക. ഒരു മാസം 2 മാസത്തിന് പെണ്ണ് കിട്ടുക. ആ പെണ്ണിന് വലിയൊരു പാരിതോഷികം വാഗ്ദത്തം ചെയ്യുക. ആ പെണ്ണിനെ കൊണ്ട് ബാംഗ്ലൂരിലോ ബോംബെയിലോ കളിച്ച് നടക്കുക. ആ മാസം കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്രേ നിക്കാഹേ ഉള്ളൂ. ഞാൻ എൻ്റെ മകളെ 3 മാസത്തിന് എനിക്ക് കെട്ടിച്ചു തന്നു, ഏറ്റെടുത്തു. ഇതിനാണ് മുത്താഅ നിക്കാഹ് എന്ന് പറയുന്നത്. ഷിയാക്കൾ ചെയ്യും, സുന്നികൾക്കത് ഹറാമാണ്. സുന്നികൾ ചെയ്യൂല, മുത്താഅ വിവാഹം ചെയ്യും. ആര്? ഇപ്പോൾ അവർ ഒഴിവാക്കിയോ എനിക്കറിയില്ല. മുത്താഅ നിക്കാഹിനെ ലോകത്ത് മുത്താഅ നിക്കാഹിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഷിയാക്കളാണ്. അവർ 2 ആഴ്ചക്ക് 3 ആഴ്ചക്കൊക്കെ പെണ്ണ് കിട്ടും, വലിയ വലിയ മില്യൂണർമാർ. അപ്പോൾ ഈ മില്യൂണർമാർ ഒരു പെണ്ണിനെ കിട്ടുമ്പോൾ അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ അവർ ഒരു പെണ്ണിനെ കണ്ടുമുട്ടി. അവൾ വാപ്പാനോട് പോയി പറഞ്ഞു, അവളെ കെട്ടിച്ചേരി എനിക്ക് 2 ആഴ്ച 4 ആഴ്ച ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി ഇയാൾ എന്ത് പറയും? $1,00,000 $2,00,000 വാഗ്ദത്തം ചെയ്യും. അപ്പോൾ അതവർക്ക് അനുവദനീയമായ നിക്കാഹ്. ഷിയാക്കളെ അനുവദിക്കുള്ളൂ, സുന്നികളെ അനുവദിക്കൂല. കാരണം പറയും ഇത് ഷബീഹും ബിസ്സിന, ഇത് സിനയോട് സദൃശ്യപ്പെട്ട ഒരു കാര്യമാണ്. പോയിന്റ് നമ്പർ 1. 2, ഒരു പെണ്ണിനെ വഴിയാധാരമാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു തൊലാക്ക് സംഭവിച്ചാൽ ഓക്കെ. ഇത് ഓരോ സെക്കൻഡിലും തൊലാക്കിലേക്കാണ് അടുക്കണത്, തിരിഞ്ഞില്ല. അതായത് ഒരു 3 മാസത്തിനൊരു പെണ്ണിനെ കിട്ടിയാൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ പെണ്ണ് അടുക്കുന്നത് എന്തിലേക്കാണ്? തൊലാക്കിലേക്കാണ്. അതെങ്ങനെ ശുദ്ധ മനസ്സ് അംഗീകരിക്കുക? അപ്പം ഇതിന് ഇനി ഇവിടെ എന്ത് നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ മനസ്സെന്നെ നിന്നോട് എന്ത് പറയും? അത് ശരിയില്ല. ഒരു ശുദ്ധ പ്രകൃതിയുള്ള മനസ്സ് സ്വയം പറയുന്ന വാക്കാണ്, കാര്യമാണ് എന്ത്? അതൊന്നും അത്രേ ശരിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ലേ? ഇപ്പം ഇവിടെ നിങ്ങൾ കിതാബ് ഓതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളെ മനസ്സങ്ങളോട് പറയണമല്ലോ, സിസ്റ്റം തെറ്റു. ഭയങ്കര പ്രശ്നമല്ലേ അതൊക്കെ? അപ്പൊ പിന്നെ അവിടെ ഒരാൾക്കത് ചെയ്യണം. അപ്പൊ ചെയ്യാമെന്ന് പറയുന്ന ഒരു മുഫ്തിൻ്റെ അടുത്ത് പോയിട്ട് മൈസറിലെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടും. അപ്പൊ കാലിഫോർണിയയിലെ ഒരു ഷിയ പണ്ഡിതൻ അടുത്ത് പോയി, ഞങ്ങൾ മുത്താഅ നിക്കാഹ് ഉദ്ദേശിക്കുന്നുണ്ട്. മാഫി മുഷ്കില. അപ്പോൾ $2,000 അയാൾക്ക് കൊടുത്ത്. അവിടെ ഫത്വ ചോദിക്കാൻ പോയത് എന്തുകൊണ്ടാണ്? നിന്റെ മനസ്സിൻ്റെ കോടതിയിൽ നീ തോറ്റു. മനസാക്ഷിയുടെ കോടതിയാണ് സംഭവമുണ്ട്. അത് ഭയങ്കര
സ്വന്തം ഭാര്യയെ കൊന്നിട്ട് കുഴിച്ചു മൂടി അതിൻ്റെ മേലെ വാഴ വെച്ചു. ഒരു പട്ടാള ഓഫീസർ. ഒരാളുടെ ആത്മകഥ വായിച്ച 25 കൊല്ലം കേസ് നടത്തി. ഭാര്യ കുടുംബം ഭയങ്കര കേസിൽ ഇയാൾ ജയിച്ചു. ഭാര്യ കൊന്നിട്ട് വാഴ വെച്ചു, എന്നിട്ട് കേസ് കൂടി. ബാബരി അപ്രത്യക്ഷമായി. ഓളയിലെ പോയത് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. തെളിവുകൾ മുഴുവൻ ഞാൻ നശിപ്പിച്ചു. ഒരു പോലീസ് നായ എന്നിട്ടും ഒരു പിടുത്തം കിട്ടിയില്ല. ഭാര്യ അപ്രത്യക്ഷയായി എന്ന് പറഞ്ഞു. ഭാര്യ വീട്ടുകാരെന്ത് പറഞ്ഞു? കൊന്നതാണ്, അല്ലാതെ ഉണ്ടാവില്ല, കൊന്നാണ് പറഞ്ഞു. 25 കൊല്ലം കേസ് കൊടുത്ത്. കേസിൽ എക്സ്പേർട്ടിന് അവിടെ, എതിർ പാർട്ടിക്ക് അവിടെ തെളിവില്ലാത്തതുകൊണ്ട് കോടതി തള്ളി അയാൾ നിരപരാധിയാണെന്ന് കോടതി വെച്ചു. ആ രാത്രി അയാൾ ചെയ്ത കൃത്യങ്ങൾ മുഴുവനും എഴുതി വെച്ചിട്ട് തൂങ്ങി മരിച്ചു. കാരണം മനസ്സാക്ഷിയോട് ജയിക്കാൻ കഴിയില്ല. ആരും ജയിക്കാം, മനസ്സാക്ഷിയോട് ജയിക്കാൻ കഴിയില്ല. അതാണ് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അത് ഭയങ്കര സംഭവമാണ്. നമ്മളെ നാട്ടിൽ ക്രൈംബ്രാഞ്ച് അൽബിയാക്കാറുണ്ട്. പഴയ കാലത്തെ ക്രൈംബ്രാഞ്ചിലെ ഒരു പോലീസുകാരനാണ്. അയാൾ അങ്ങാടി കൂടെ അങ്ങനെ നടക്കും. എന്തെങ്കിലും വലിയ പ്രമാദമായ കേസുകൾ അൽബിയാക്കാനെ ഏൽപ്പിക്കാം. എൻ്റെ കുട്ടിക്ക് അൽബിയാക്കാൻ വെച്ചിട്ടുണ്ടാവും. മൂപ്പരിങ്ങനെ അങ്ങനെ നടക്കേണ്ട ഇടയിൽ ഒരുത്തന്നെ പിടിക്കും, കൊണ്ടുപോകും. അപ്പോൾ എന്തോ കാര്യമായ 2, 3, 4 ആളെ പിടിക്കുമ്പോൾ തുമ്പും കിട്ടും. എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ സംഭവിച്ചത്? അൽബിയാക്കാര മൊയ്തീൻ ഷേഖോ? ക്രൈംബ്രാഞ്ച് അൽബിയാക്ക മൊയ്തീൻ ഷേഖാണോ? എൻ്റെ നാട്ടിലുണ്ട്. ഞാൻ അയാളെ കണ്ടിട്ടില്ല. ബാപ്പ അൽബിയാക്ക ഒന്നാണ്. അൽബിയാക്കാണ് കേസ് ഉണ്ടാക്കി, തുമ്പുണ്ടാക്കി അങ്ങനെ നടന്ന് അൽബിയാക്ക മഫ്റ്റി ഇല്ല നടക്കുക. ആളെ പിടിച്ചാൽ കൃത്യമായിരിക്കും. എന്താ ഇവിടെ സംഭവം? നെൻസൻ്റെ വണ്ണാടിയ മുഖം, നിന്റെ തെറ്റെൻ്റെ മുഖത്തുണ്ടാവും. നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മനസ്സ് എന്നാൽ ബഹ്റുല്ല സാഹില ലഹു, തീരമില്ലാത്ത സമുദ്രം. മനസ്സിലാണ്ട് പറഞ്ഞത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർബത്തിന്റെ ഒരു വാതിലുണ്ട്. ആ ഖുർബത്തിന്റെ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൂഹുൻ, മുഖറബീങ്ങളിൽപ്പെട്ടവനാണെങ്കിൽ ആസ്വാദനമേ ഉണ്ടാവും. ആരെയാണ് അവർ ആസ്വദിക്കുക? അവർ റബ്ബിനെ ആസ്വദിക്കും. അപ്പോൾ അവർ തീരമില്ലാത്ത സമുദ്രത്തിലൂടെ നീന്തും. അപ്പോൾ അവർക്ക് എന്തുണ്ട്? അവർ ലോകം മുഴുവൻ അവർ പറയും. നാളെ സംഭവിക്കാനുള്ള പറയും, ലോകാവസാനം വരെ സംഭവിക്കുക എന്തോ അവർ പറയും. നടന്നത് പറയും, നടക്കാനിരിക്കുന്നത് പറയും, എന്ത് പറയാം. ചിലപ്പോൾ പറയൂല, പക്ഷെ എല്ലാവർക്കും അറിയും. മനസ്സിലാണ്ടോ പറഞ്ഞത്? മനസ്സിലായില്ലേ? അതവിടെ അവരുടെ എന്താണ് അത്? ഈ വേദഗ്രന്ഥത്തിന് അപ്പുറത്താണ് നിന്റെ ഹൃദയം എന്ന് സ്ഥാപിക്കാനാണ് ഞാനിത് പറഞ്ഞത്. വശംസി വദുഹാഹ. ഖുർആൻ ഏറ്റവും കൂടുതൽ സത്യം ചെയ്തത് വശംസിയില. വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനഹ വൽ അർളി വമാ തഹാഹ വനഫ്സിൻ വമാ സവാഹ. 11 സത്യ. ഇത്ര സത്യം ചെയ്ത ഒരു അധ്യായം ഖുർആനിലില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫഅല്ലാമാ ഫുജൂറഹ വതഖ്വാഹ. നന്മയും തിന്മയും ഓരോരുത്തരും ഉള്ളിൽ വിഴുക്കി വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൽഹാം? ഇൽഹാം എന്ന് പറഞ്ഞാൽ, ഇൽഹാമിന് രൂപമ പറഞ്ഞാൽ, ഇൽഹാം എന്ന് പറഞ്ഞാൽ എന്താ? ഇൽഹാം എന്ന് പറഞ്ഞാൽ എന്താ? ഇൽഹാം എന്ന് പറഞ്ഞാൽ ഇതന്നെ. ഇതിങ്ങനെ ഇരുന്നു, ഇതിൻ്റെ ഉള്ളിലാണ് കയറ്റി മറച്ചട വെച്ചു. ലഹ്മ് വിഴുങ്ങൽ, ഇൽഹാം വീഴ്ക്കൽ. എൻ്റെ ഉള്ളിലേക്കാണ് വീഴ്ക്കി. ഔലിയാക്കൾക്ക് ഇൽഹാം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇൽഹാം നിനക്കുണ്ടാവും. പിന്നെന്താ എൻ്റെ പ്രശ്നം? ഇൽഹാം നിനക്കുണ്ട്, പുറത്തിറക്കാൻ നിനക്ക് കഴിയില്ല. ഈ ഹിജാബ് നീങ്ങണം. ഹിജാബ് നീക്കുന്നത് ഖുർബത്താണ്.
കോട കെട്ടി നിൽക്കുമ്പോൾ മല കാണാൻ നിനക്ക് കഴിയില്ല. നീ കന്യാകുമാരി പോയി നിന്നിട്ട് കാര്യമില്ല, സൂര്യോദയം കാണാൻ നിനക്ക് കഴിയില്ല കോട കെട്ടിയാൽ. മനസ്സിലാണ്ട് പറഞ്ഞത്? വെയിൽ വന്നപ്പോൾ കോട നീങ്ങി, ഇനി എന്തു കാണാം? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പരിസരത്തുണ്ട്. ഇൽഹാമി വിജ്ഞാനം നിന്റെ ഉള്ളിലുണ്ട്. പക്ഷേ നിന്നെക്കുറിച്ച് നിനക്ക് തന്നെ ഇല്ലാത്ത വിശ്വാസമില്ലായ്മ, അതാണ് നിന്റെ ഹിജാബ്. നിന്നെക്കുറിച്ച് നിനക്കെന്നെ എന്തില്ല? വിശ്വാസമില്ല. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ മൊയ്തീമാല. എൻ്റെ മുരീദ് നല്ലവനല്ലെങ്കിൽ ഞാൻ നല്ലവൻ തന്നെയല്ലേ, എന്താ പ്രശ്നം? അത് ആത്മവിശ്വാസമാണ്, അത് കിബറല്ല. ഇതിൽ തന്നെ ഒരു വരിയുണ്ട്, ലഅംരി വമാ അംരി അലയ്യ ബിഹയ്യിനിൻ തബദ്ദാ സബാനി നഅമഹു ലിബ്ഖു വൽയഖ് എന്ന് ബിൽയഖ് എന്ന്. ലഅംരി എൻ്റെ ആയുസ്സാണ് സത്യം. വമാ അംരി അലയ്യ ബിഹയ്യിനിൻ, എൻ്റെ ആയുസ് ഒരിക്കലും നിസാരമായിരുന്നില്ല, ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ ആയുസ് ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ ഈ വ്യക്തിക്ക് സ്വാഭാവികമായും ഹിജാബ് ഉണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് സ്വയം പുറത്തു വരും എന്ത്? ഇൽഹാം. ഇൽഹാം നിനക്കുണ്ട്. ഇൽഹാം നിനക്കുണ്ട്. ഇൽഹാം പറഞ്ഞാൽ എന്താ? നീ അറിയേണ്ട കാര്യങ്ങളെ നിന്റെ ഉള്ളിൽ വിഴുക്കി വെച്ചു. ഇനി അതിന് മറയിട്ടിട്ടുണ്ട്. ഈ മറ ഒഴിവായ സ്വയം തന്നെ നിനക്കാവശ്യമുള്ളത് കിട്ടും. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ആ അടുക്കളയിൽ പ്ലേറ്റ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, തവിയുണ്ട്, സ്പൂണുണ്ട്, മല്ലിയുണ്ട്, മുളകുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അടുക്കളയിൽ പണിയെടുക്കുന്നവൻ കുരുടനാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഇതൊക്കെ കടം വാങ്ങും. ഇതാണ് നമ്മളെ ഫത്വകൾ. ഇയാൾക്ക് കണ്ണുണ്ടെങ്കിലോ, അതാണടാ ബസീറത്ത്, അകക്കാഴ്ച. കണ്ണുണ്ടെങ്കിലോ അയാൾ ഒരിക്കലും പുറത്തേക്ക് പോകില്ല. കാരണം അതൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാ നന്മ തന്മയും നിന്റെ ഉന്നിൽ ഏറ്റവും ഹോളി ബുക്ക് നിന്റെ ഹൃദയമാണ്. അപ്പൊ അതിലെല്ലാം ഉണ്ട്, അതിൽ സ്വർഗമുണ്ട്, എല്ലാം ഉണ്ട് അതിൽ. ഇനി അതിൽ ഇല്ലാത്തൊന്നുമില്ല. പക്ഷേ നിനക്ക് കുരുട് ബാധിച്ചു. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടിടുകയും ചെയ്തു. അപ്പൊ ഈ പോർട്ടൽ തുറക്കൂല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഖുർആൻ ഈ പോർട്ടലിന്റെ പൂട്ടിനെ പറ്റി പറയുന്നുണ്ട്. അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹ, അവരുടെ ഹൃദയങ്ങളിൽ പൂട്ടുണ്ടോ? ഖുഫിൽ പൂട്ട്. അപ്പോൾ പൂട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്ത്? തുറന്നാൽ അപ്പുറത്ത് വലിയൊരു ലോകമുണ്ട്. പക്ഷെ ഇവർക്ക് തുറക്കില്ല. എന്തുകൊണ്ട്? അവർക്ക് അവരെ പറ്റി തന്നെ എന്തില്ല? വിശ്വാസമല്ല. അതാണ് അവിടെയാണ് വിഷയം. ഒരു കിതാബ് ഓതുന്നുണ്ട? ഞാൻ പറഞ്ഞ കിതാബ് ഓതുന്നത് കിതാബ് ഓതുന്നവൻ തമ്മാടിയാവും പലപ്പോഴും. എന്തുകൊണ്ട്? നന്മ തിന്മയെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല. അതേസമയത്ത് ഒരു കിതാബ് ഓതാത്തൊരു മനുഷ്യൻ ഒരു സദസ്സിലിരുന്നപ്പോൾ ഒരു മുഫ്തി ഫത്വ കൊടുത്തു. അവിടെ ഒരു ജാഹിലായ മനുഷ്യനുണ്ട്. അയാളൊന്നും മിണ്ടിയില്ല. അയാൾ ഒരു കിതാബ് ഓതിയിട്ടില്ല. തിരിച്ച് കാറിൽ വരുമ്പോൾ അയാളോട് പറഞ്ഞു, ജയ് ചെയ്യണ്ട കേട്ടോ. അയാൾ അങ്ങനെ പറഞ്ഞു, ജയം ചെയ്യണ്ട കേട്ടോ, ഒന്നും ഹൈറായ കാര്യമല്ല. ആര് പറഞ്ഞു? ഈ ജാഹില്. ഈ ഇടയിൽ നിൽക്കുന്ന മനുഷ്യൻ ഇയാൾ പറഞ്ഞാൽ സ്വീകരിക്കുക. എന്തുകൊണ്ട്? ആ മൂല്യരെ ഇയാൾക്ക് വിശ്വാസമല്ല, ഇയാളെ വിശ്വാസമുണ്ട്. ഇയാൾ നല്ല മനുഷ്യനാണ്. എന്തേ അയാൾക്ക് കിട്ടാത്ത ഇയാൾ കിട്ടി? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു ഫത്വ ചോദിച്ചു പോയി. അപ്പോൾ അവിടുന്ന് കിതാബ് നോക്കിയിട്ട് മൂല്യർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. തിരിച്ചു വരുമ്പോൾ ഒരു ജാഹിലായ മനുഷ്യൻ എന്തു പറഞ്ഞു? അയാളത് പറഞ്ഞോട്ടെ, ഇജയ് ചെയ്യാൻ പോകട്ടോ, അതിലൊന്നും ഹൈറില്ലാട്ടോ പറഞ്ഞു. ഹൈറില്ലാന്ന് അന്തപങ്ങൾ അങ്ങനെ പറയണതെന്ന് ഈ അപ്പൻ ചോദിക്കൂല. കാരണം ഇയാൾ കിതാബ് നോക്കി പറയല്ലെന്ന് ഓനറിയാം. ഇവൻ ഈ സാധുവായ ഈ ഇടയിൽ നിൽക്കുന്ന മനുഷ്യൻ ഈ ജാഹിലായ മനുഷ്യന്മാരെ സ്വീകരിക്കും. എന്തുകൊണ്ട്? അള്ളാഹിനടുക്കൽ വിജയിക്കുന്ന ആളാണ് ഇയാൾ ഓനറിയാം.
മറ്റേയാളോ ഒരു വിശ്വാസമല്ല. ഫത്വ കിട്ടി അത്ര തന്നെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഏറ്റവും വലിയ ഒരു ഹോളി ബുക്കാണ് എന്ത്? സ്വന്തം ഹൃദയം. ഏറ്റവും വലിയ ഒരു വിശുദ്ധ ഗ്രന്ഥാണ് സ്വന്തം ഹൃദയം. അതിനേക്കാൾ വലിയത് എന്താണ്? പക്ഷെ അവിടെ പൂട്ടും. അല ഖുലൂബിൻ ഖൽബിന്റെ ബഹുവചനം അല ഖുലൂബിൻ അഖ്ഫാലുഹ. ഇവിടെ ഹൃദയത്തിന് അവിടെ എന്ത് കൊടുത്തു? പൂട്ടിട്ടു. അപ്പോൾ ഹിജാബായി. ഞാൻ അപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അതാണ്. ആരാണ് ജ്ഞാനി? ജ്ഞാനിയല്ല. ആരും ജ്ഞാനി ആവാം. അതിന് ഡാറ്റാസ് കിട്ടേണ്ട ആവശ്യമില്ല. ഡാറ്റാസ് എന്തിനാണ്? ഫത്വക്കാണ്. ജ്ഞാനിക്ക് ഡാറ്റാസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഡാറ്റാസ് കയ്യിലുള്ളവനെ ഞാനുണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ജ്ഞാനസാഗരങ്ങളെ മുഴുവനും കവി എന്തിലൊതുക്കി? പുണ്യ റസൂലിനെ ആസ്വദിക്കലിൽ ഒതുക്കി. അതാണ് പറയാനുള്ള കാരണം. ഇതാണ് ഇതിൻ്റെ മർമ്മം. നബിയെ ആസ്വദിച്ചു. ഇപ്പം നമ്മൾ സ്വലാത്തിലുണ്ട്, നമ്മൾ നബിയെ ആസ്വദിക്കണില്ല. ഉണ്ടോ? ഇല്ല. എന്തിനാ നമ്മൾ ഉണ്ട് പറയുന്നത്? ഇല്ല. ആസ്വദിക്കാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ പറയുക? ആസ്വദിക്കാന്ന് പറഞ്ഞതിനൊരു ഉദാഹരണം പറയാം. അതൊരാൾ അയാളുടെ ശരീരം അയാൾ ആത്മാവ് റസൂലുള്ളാഹിക്ക് വിട്ടുകൊടുക്കലാണ്. പക്ഷെ മോനെ, അതിനൊക്കെ ഒരു ആന്തരഘടന ഉണ്ട്. എന്തുകൊണ്ട് വിട്ടുകൊടുത്തു? അപ്പം ആസ്വാദനം കർമ്മല്ല. അപ്പം വിചാരങ്ങളൊന്നുമില്ലാത്തൊരുത്തൻ പെണ്ണിട്ടി ഓൻ പിന്നെ ഈ പള്ളിയിൽ മൂലയിലോട് വർത്താനം പറഞ്ഞു തീർക്കും. രാത്രി 10 മണിക്കും 11 മണിക്കും 12 മണിക്കും. അവസാനം ഇത് നാട്ടിൽ പ്രശ്നമായി. ചിന്തിക്കും. അങ്ങനെ പെണ്ണിൻ്റെ പാർട്ടി വന്നു. ഇവനെ കൊണ്ട് പെണ്ണടിച്ചിട്ട് കാര്യമല്ല. ഓന് പരിയേക്ക് പോവില്ല. പെണ്ണിന് കിട്ടേണ്ടതൊന്നും ഓന് കിട്ടിയിട്ടില്ല. കഞ്ഞിയും ചോറിന് മാത്രം ഞങ്ങളെ കുട്ടീനെ അവിടെ പറഞ്ഞയച്ചിട്ടില്ല. ഒരു പുരുഷൻ്റെ കിട്ടുന്നത് മുഴുവൻ ഓന് കിട്ടിയിട്ടില്ല. ഓന് ചോദ്യം ചോദിച്ചപ്പോൾ ഇതും തോറ്റു. എന്തുകൊണ്ട് പറഞ്ഞു? ഇന്നലെ എത്ര മണിക്കാണ്? പള്ളിയിൽ ഉസ്താനെ പറഞ്ഞു. 2 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കൊക്കി കുറച്ചുകൊണ്ട് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഔതും കാര്യമുണ്ട്. പിന്നെയാണ് അപ്പോൾ തെളിവ് മൂലയിൽ തന്നെ തെളിവാണ്. അങ്ങനെ നാട്ടുകൂട്ടം കൂട്ടിയിട്ട് തീരുമാനം ഉണ്ടാക്കി. ഇനി മുതൽ 10 മണി ആവുമ്പോഴത്തേന് പെരിലെത്തണം. ഇവളവിടെ നിൽക്കൽ ഓന് ആവശ്യമാണ്. കാരണം ഇവിടെ അത്ര വലിയ സൂപ്പർ മാർക്കറ്റിന് മുതലാളിയും മറ്റുമൊക്കെ. ഇവനും ഭാര്യയുള്ള കാലത്തോളം ഇവന് 10 റുപ്യൊക്കെ കുടുങ്ങൂല. അപ്പോൾ ഇവൾ ഓടിപ്പോകുന്നു ഇവന് ഇഷ്ടമില്ല, ഒഴിവാക്കി പോകുന്ന ഇഷ്ടമില്ല. അപ്പം ഒരു നിയമം വെച്ചു. എന്ത്? ബാക്കിയൊക്കെ നിങ്ങൾ തമ്മിൽ വാതിലടച്ചിട്ട് എന്ത് നടന്നില്ല എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. ഓൾ ആശയം പറഞ്ഞാലേ ഞാൻ ഇടപെടുള്ളൂ. പക്ഷേ നാട്ടുകാരൊക്കെ കാണുന്നുണ്ട് ഇവിടെ പള്ളി കൂടി അങ്ങോട്ടും കൂടി നടക്കുന്നത്. ഇനി 10 മണിക്ക് പേരിലെത്തണമെന്നാണ് എന്ന് സമ്മതിച്ചു. മനസ്സിലായില്ലേ? ഇനി ഇവർ തമ്മിൽ തർക്കമുണ്ടാകില്ല. തേടുന്നുള്ളൂ. ഓള് പറയും ഇല്ല, ഇന്നലെ ഞങ്ങൾ 10:10 ഓൻ പറയും എന്ത്? ഇല്ല, 10 ഇവിടെ കയറിയിരിക്കുന്നത്. ഞാൻ ഗേറ്റ് 9:58 ഗേറ്റ് തുറന്നത് എനിക്കോർമ്മയില്ലേ. അങ്ങനെ ചലിച്ചാൽ മതി. ഇതിനാണ് തീർക്കേണ്ടത്. അപ്പം എൻ്റെ പ്രശ്നം എന്താ? പ്രശ്നം പറയും. ആസ്വാദനം ഇല്ല. വേറൊരുത്തൻ കല്യാണം കഴിച്ചു. ഒരാഴ്ച കൂടി കമ്പനിയിൽ ലീവുള്ളൂ. 5 ലക്ഷം റുപ്യ 6 ലക്ഷം റുപ്യ മാനേജർ പോസ്റ്റിലാണ്. ദുബായിലോന് ശമ്പളമുണ്ട്. ഓനൊരു ദിവസം പെണ്ണിനെ ആസ്വദിച്ചു, 2-ാം ദിവസം ആസ്വദിച്ചു, 3-നും ആസ്വദിച്ചു, 4-നും ആസ്വദിച്ചു. 5-ന് പോയിട്ടില്ലെങ്കിൽ, 6-ന് കമ്പനി അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ജോലി പോകും. ഇവനേക്കാൾ ക്വാളിറ്റി ഉള്ള 100 ആളുകൾ അവിടെ പണിയില്ലാതെ യുദ്ധം വന്നുകൊണ്ട് നടക്കുന്ന സമയത്ത് ആരും ജോലി തട്ടിയെടുക്കും. അവനെ അറിയാം. ബാപ്പ പറഞ്ഞു പോയിക്കോ, അമ്മ പറഞ്ഞു പോയിക്കോ. അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് ടിക്കറ്റ് എടുത്തിട്ട് എന്ത് ചെയ്ത് ഓനെ കരിപ്പൂരിക്ക് കയറ്റി എത്തിച്ചാൽ തന്നെ
2 മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ അത് ഇന്ന് പ്ലേറ്റ് നേരം നോക്കി പാപ്പ എന്താണ് പ്രശ്നം പറയാ ആസ്വാദനം. ഇതാണ് മറ്റോനത് പണിയ. മറ്റോന് ഭാര്യൻ്റെ അടുക്കലെത്തൽ പണിയ. മറ്റോനെ ആസ്വാദനം ഒരിക്കലും പണിയല്ല. ഇപ്പം നമ്മൾ 1000 സ്വലാത്തിലും അതൊരു പണിയാണ്. ഇതെങ്ങനെ സ്വലാത്ത്? റസൂലുള്ളാഹിനെ ഞാൻ കുടിച്ച പിന്നെ സ്വലാത്ത് എന്ത്? പിന്നെ എൻ്റെ ജീവിതം മുഴുവൻ സ്വലാത്ത. പിന്നെ അത് 1000, 2000, 10,000 എന്ന കണക്കില്ല. ചിലപ്പോൾ ജോലി സ്വലാത്ത് എഴുതിയിട്ടുണ്ടാവില്ല. സ്വലാത്ത് എഴുതേണ്ട നമുക്ക് അപ്പുറത്തുണ്ടാവും. ഓൻ അമുക്കായിരിക്കും. ഓൻ കടമ്പിടാൻ വേണ്ടി സ്വലാത്തില്ല. ഇത് സ്വലാത്തനല്ല, ഇത് കൽബ് നിറയും മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് നീ റസൂലുള്ളാഹിനെ ആസ്വദിക്കുക? ഈ ഒരു സ്വലാത്തും ചെല്ലൂല. സ്വലാത്തിൻ്റെ കൂലിക്കല്ലേ? കൂലി ഉണ്ടെങ്കിലോ എന്ത്? സ്വലാത്തിലാണ് കൂലിക്കല്ലേ? കൂലി വേണ്ടെങ്കിലോ? കൂലി വേണ്ടെങ്കിൽ എന്തിനാ സ്വലാത്തിലാണ്? ഞാൻ സ്വലാത്തിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിക്കളെ, എല്ലാം കൂടി പറയും. സ്വലാത്തിനെ കുറ്റം പറഞ്ഞു, മൂപ്പരിപ്പോൾ സ്വലാത്തിനെയും എതിരും പറഞ്ഞു. ഞാനിപ്പോൾ ഒരു മുത്തഹയ്യറായ അവസ്ഥയിലാണ്. എനിക്കിപ്പോൾ എന്താ പറയണത് അറിയാത്തൊരു കാലമാണ്. അതാണ്. അതായത് നീ നബിയെ സ്വന്തമാക്കി, നബി നിന്നെയും സ്വന്തമാക്കി. ഇനി അവിടെ എന്തില്ല? വർത്താനില്ല. നീ വർത്താനില്ല. അത് നബിയെ നീ ആസ്വദിക്കണം. നബി നിന്റെ മുഖറബാണ്, നീ നബിയുടെ മുഖറബാണ്. ഇനി അതിനിടയിൽ എന്തില്ല? വർത്താനില്ല. അതന്നെ. പിന്നെ പണി നടക്കൂല. മാനേജിങ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ കമ്പനിയിലെ തൊഴിലാളിയായ പെണ്ണുമായി കൂടുതൽ വർത്താനം പറയുമ്പോൾ MDക്ക് ദേഷ്യം വരും. മനസ്സിലായില്ല? കാരണം പിന്നെ പണി നടക്കൂല. കാരണം കൽപ്പിക്കാൻ കഴിയില്ല. തിരിഞ്ഞിട്ടില്ല. ഒരു തമ്മിൽ ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പണി ഉണ്ടാവില്ല. അത് റസൂല് ഒന്നായ പിന്നെ എന്ത് പണിയാ? പിന്നെ എന്ത് സ്വലാത്ത? പിന്നെ ജന്റെ റസൂലിൻ്റെ ആള് സ്വലാത്ത് ചെല്ലണമെന്നും ചെല്ലണ്ടെന്നും അല്ല പറഞ്ഞർത്ഥം. സ്വലാത്ത് കലിക്കൂടി. ആ വ്യക്തിയുടെ ഒരു സ്വലാത്ത് എൻ്റെയും നിൻ്റെയും 100 ലക്ഷം സ്വലാത്തിനേക്കാൾ വലിയതായിരിക്കും. നമ്മൾ കടം വിടാൻ വേണ്ടി എണ്ണ 70,000 സ്വലാത്തുൽ ഫാത്തിമിയ. 35,000 ആയിട്ടുള്ളൂ. സാധേ മറ്റന്നാൾ മറ്റേ ചങ്ങായിക്ക് 25,000 രൂപ കൊടുക്കാനുള്ളതാ. അങ്ങനെ പറയലുണ്ട്. ചിലരുന്നുണ്ട് 70,000 സ്വലാത്തിലേക്കും. എനിക്കറിയാം എൻ്റെ കടം 70,000 ജില്ല തീരൂല. പക്ഷെ എന്നാലും എൻ്റെ പോണല്ലോ. അപ്പം ഞാൻ എന്തോ പറയും, ഈ അന്തം വിട്ടോ ഇവിടുന്ന് പോയി കിട്ടാൻ വേണ്ടി എന്തോ പറയും, ഈ 70,000 സ്വലാത്തിലേക്ക്. എനിക്കറിയാം. കാരണം ഈ ജാതി 70,000 പത്തോട്ട് ഞാൻ ചെല്ലിയിട്ടുണ്ട്. എൻ്റെ കടം കൂടിയില്ല. പിന്നോട്ട് എൻ്റെ ഈ അന്തം കമ്മി ഇവിടുന്ന് പോണ്ടേ. അപ്പൊ അതിലും പിന്നെ 2 ദിവസം കഴിഞ്ഞ് പറയും, പക്ഷേ സമയം മറ്റന്നാളാണ് നമ്മൾ കൊടുക്കേണ്ട ദിവസം കേട്ടോ, എനിക്ക് 45,326 ആയിട്ടുള്ളൂ, വേഗം ചെല്ലാൻ നോക്ക്. തന്നെ. അപ്പൊ എൻ്റെ ലക്ഷ്യം ഇവിടെ എന്താണ്? കടം വിടല. എനിക്ക് ഉംറക്ക് പോലെ, ഹജ്ജിന് പോലെ. അതിനജ്ജാണ് അള്ളി റസൂലിൻ്റെ ഒന്നായിക്കണമെങ്കിൽ പിന്നെ അതിനജ്ജാണ്. പിന്നെ ഹജ്ജ് ഇവിടെ അല്ലേ? എൻ്റെ പേരിലാണടാ. പിന്നെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഉദ്ദേശം നിന്റെ ഉദ്ദേശമായി മാറിയാൽ പിന്നെ അവിടെ അൽ ഹജ്ജു അൽ ഖസ്തു. ഹജ്ജ് എന്നാൽ ഉദ്ദേശ്യമാണ്. ഹജ്ജിന് പോയവർക്കൊന്നും അള്ളാഹ് എന്ന ഉദ്ദേശമല്ല, സ്വർഗ്ഗമാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങളാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ഖബറിന് തല്ല് കിട്ടിയാക്കലാണ് ഉദ്ദേശം.